പേര് പറഞ്ഞു കേട്ടാൽ സുപരിചിതനാണ്. എന്നാൽ അദ്ദേഹം ആരായിരുന്നു? അദ്ദേഹത്തിന്റെ ബഹിരാകാശത്തേക്കുള്ള സ്വപ്നസഞ്ചാരത്തിന്റെ തുടക്കം എവിടെ നിന്നായിരുന്നു? 9 മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ 400 കിലോമീറ്ററുകൾക്കകലെയുള്ള ബഹിരാകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പറന്നിറങ്ങിയ സുനിത വില്യംസിന്റെ സഹയാത്രികനായ ബുച്ച് വിൽമോർ, വെല്ലുവിളികളെ പുഞ്ചിരിയോടെ തോൽപ്പിച്ച വ്യക്തി. പോരാട്ടവീര്യവും ഉറച്ച ആത്മവിശ്വാസവും ബുച്ച് വിൽമോർ എന്ന വ്യക്തിയെ ഇന്ന് ലോകജനത കാണുന്ന ബഹിരാകാശ സാഹസികനാക്കി മാറ്റി. ഡിസംബർ 23 ടെന്നീസിലാണ് ബാരി യൂജിൻ ബുച്ച് വിൽമോറിന്റെ ജനനം. ടെന്നീസി സാങ്കേതിക സർവകലാശാലയിൽ നിന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദവും ഏവിയേഷൻ സിസ്റ്റംസിൽ മാസ്റ്റേഴ്സ് ബിരുദവും നേടി. അതിനുശേഷമാണ് നാവികസേനയുടെ ടെസ്റ്റ് പൈലറ്റ് സ്കൂളിൽ പഠനം ആരംഭിച്ചത്. അവിടെ ഓഫീസറായും പൈലറ്റായും സേവനമനുഷ്ഠിച്ചു. അമേരിക്കൻ പ്രതിരോധ സേനയിലേക്ക് കുതിച്ച വിൽമോർ 8000 മണിക്കൂർ യുദ്ധവിമാനം പറത്തിയും 663 തവണ വിമാനവാഹിനി കപ്പലിൽ പോർവിമാനമിറക്കിയും തന്റെ കഴിവുകൾ തെളിയിച്ചു. ഫുട്ബോൾ പ്രേമിയായിരുന്ന അദ്ദേഹത്തിന് ഏറ്റവും മികച്ച ഫുട്ബോളർ എന്ന നിലയിൽ ഹാൾ ഓഫ് ഫെയിം അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. 2000 US നാവികസേന ഓഫീസറായിരുന്ന വിൽമോറിനെ ആദ്യമായി ബഹിരാകാശ യാത്രയ്ക്ക് തിരഞ്ഞെടുത്തത്. 2009 STS 129 പൈലറ്റായി ആയിരുന്നു തന്റെ ആദ്യം പറക്കൽ പൂർത്തിയാക്കിയത്. 259 മണിക്കൂറിലധികം ബഹിരാകാശത്ത് ചിലവഴിച്ചു. പിന്നീട് 2014 സെപ്റ്റംബർ മുതൽ നവംബർ വരെ എക്സ്പെഡിഷൻ 44-നുള്ള ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ ഫ്ലൈറ്റ് എഞ്ചിനീയറായും തുടർന്ന് എക്സ്പെഡിഷൻ 42-ന്റെ കമാൻഡറായും 2014 നവംബർ മുതൽ 2015 മാർച്ച് വരെ 167 ദിവസം അദ്ദേഹം ബഹിരാകാശത്ത് ചിലവഴിച്ചു. പിന്നീട് ബഹിരാകാശത്തേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്ര ചരിത്രത്തിലിടം നേടി. നാസ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസിനൊപ്പം 2024 ജൂൺ 5 ബോയിങ് സ്റ്റാർലൈനർ ബഹിരാകാശ പേടകത്തിൽ കയറി ആദ്യത്തെ ക്രൂ ഫ്ലൈറ്റ് നടത്തി. ജൂൺ 6 ബഹിരാകാശ നിലയത്തിലെത്തി. ഒരാഴ്ച നീളുന്ന ദൗത്യത്തിനായി പോയതാണെങ്കിലും പേടകത്തിന് തകരാറുകൾ സംഭവിച്ചതോടുകൂടി തിരിച്ചുവരവ് മുടങ്ങുകയായിരുന്നു. ഈ ഒരു 9 മാസ കാലയളവുകൾ കൊണ്ട് അദ്ദേഹം 20 കോടി കിലോമീറ്റർ സഞ്ചരിച്ചു. ഭൂമിക്ക് ചുറ്റും 4576 ഭ്രമണം പൂർത്തിയാക്കുകയും ചെയ്തു. ഒടുവിൽ കാത്തിരിപ്പുകൾക്ക് വിരാമം കുറിച്ചുകൊണ്ട് 2025 മാർച്ച് 19 ഇന്ത്യൻ സമയം പുലർച്ചെ 3:40 അദ്ദേഹം ഫ്ലോറിഡ തീരത്തിനു സമീപം അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഗൾഫ് ഓഫ് അമേരിക്കയിലേക്ക് താഴ്ന്നിറങ്ങി. അടിയുറച്ച വിശ്വാസവും എന്തിനേയും നേരിടുവാനുള്ള മനോഭാവവും ഒരാളെ ജീവിത വിജയത്തിലെത്തിക്കുമെന്നതിന്റെ പ്രതീകമാണ് ബുച്ച് വിൽമോർ എന്ന സാഹസികനായ ബഹിരാകാശ യാത്രികൻ.